ഞാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. 2010 ക്യാൻസലായി വന്ന്. ഇല്ല, മോശമില്ല, നല്ല പരിപാടി, നല്ല കച്ചവടം. നിങ്ങളെ പോലത്തെ കുറെ ചെറുപ്പക്കാരന്മാർ കുടിക്കുന്ന ജ്യൂസ്. ഇപ്പൊ നിങ്ങൾ കുറിച്ചിട്ട് പറയണേ ഹെൽമി ജ്യൂസ് എങ്ങനെയുണ്ടെന്ന്. കുറിച്ച് എങ്ങനെയുണ്ട് വരാം. എന്ത് കടബാധ്യത ഒരു ഒരാൾ കൊടുക്കാനില്ല ഈ 56 വയസ്സിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് പഠിച്ചിട്ട് ഉപ്പാനും ഉമ്മാനും നോക്കണം. മെയിൻ ബാക്കി ആരുമില്ല. ചെങ്ങായിപ്പാട് എപ്പം വേണം. പക്ഷെ മെയിൻ ഞമ്മ നോക്കണ്ടേ നമ്മളെ ഉമ്മാനും ഉപ്പാനും. ഓറെ ബേജാറാക്കി കഴിയില്ല. ഞമ്മ ഓർക്ക് പെട്ടി എന്തും ചെയ്യണം. പഠിച്ചിട്ട് നല്ല നല്ല ഒരു നിലക്ക് എത്തിക്കഴിഞ്ഞാൽ ഓര് രക്ഷപ്പെടും. അല്ല ഇത് മാത്രല്ല കരിമ്പി ജ്യൂസിന്റെ പൈസ വാങ്ങും. മംഗലത്തിന് ഞങ്ങൾ പാട്ട് പാടും. എന്റെ പാട്ടാരൊക്കെ കഴിക്കില്ല. എന്തിനാ ഞാൻ ഒരു 60 കൊല്ലം മുമ്പത്തെ പാട്ടാണ് പാടുന്നത്. ഹംബിയ രാജശിരോമണി ത്വാഹ തങ്ങളെ ഹളിറത്തില്ലെമ്പിലു സല്ലല്ലാഹു സലാമലൈക്കുമേ. ജ്യൂസിന്റെ അഭിപ്രായം പറയണമാ. നമ്മള് ചില കുഞ്ഞോ വന്നിട്ട് സൂപ്പർ ആമച്ചോട് ഇത് നിങ്ങളെ നിങ്ങളെ ഇത് നല്ല വിജയിക്കട്ടെ, ഉഷാറായിട്ട്. നല്ല ചെറുപ്പക്കാർ ഈ 4 ആളുണ്ട്. നല്ല ചെറുപ്പക്കാർ മനസ്സിലായ മാഷാ അല്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി ലൊക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നയമറുമല നാസ്കിന്റെ തൊട്ടിപ്പുറത്തെ സുമോല് ഇയാള് വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വന്ന് കരിമ്പ് ജ്യൂസ് ട്രൈ ആക്കിയോളൂ.